ഇപ്പം ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവുന്ന ചക്കേൻ്റെ സീസണല്ലേ. നാട്ടിൻ പുറത്ത് ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്നൊന്ന് കുത്തി തായിലിട്ടിട്ട് അത് വീട്ടിലെടുത്ത് കൊണ്ടുപോയി നടുവിലേക്കിടെ അങ്ങനെ കൊത്തുക. എന്നിട്ട് അതിൻ്റെ വെളിഞ്ഞീറ് കളയുക. പശ പോലെയുള്ള സാധനത്തിന് നമ്മളുടെ നാട്ടിൽ വെളിഞ്ഞീറ് എന്നാ പറയുക. അത് കളഞ്ഞിട്ട് ചക്കച്ചോള ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അത് കീറിയിട്ട് നീളത്തിൽ മുറിച്ചിടുക. ചക്ക ചിപ്സ് ആക്കുമ്പോൾ നീളത്തിൽ മുറിച്ചിട്ടിട്ടല്ലേ ആക്കുക. നിങ്ങൾക്കെല്ലാം ചക്ക ചിപ്സ് ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ചിപ്സ് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. എൻ്റെ എല്ലാം ഫേവറേറ്റ് സാധനമാണ് ചക്ക ചിപ്സ്. ഈ മുറിച്ചിടുന്ന സംഭവം ഒഴിച്ചാൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. മുറിച്ചിടാനാണ് കുറച്ച് പണി. ഓരോന്നായിട്ട് എടുത്തിട്ട് നേർങ്ങനെ മുറിച്ചിടണമല്ലോ. പക്ഷേങ്കിൽ അത് മുറിച്ചിട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റാണ്. ബാക്കിയെല്ലാം എളുപ്പ പണിയാണ്. ഒരു ഗ്ലാസ്സിൽ ഒരു പകുതിയോളം വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പിടുക. 2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് നമ്മളുടെ ചിപ്സിന് വേണ്ടുന്ന ഉപ്പാണ്. എന്നിട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതങ്ങ് മാറ്റി വെക്കുക. ഇനി ഒരു ഉരുളിയിലോ ഒരു പാത്രത്തിലോ വെളിച്ചെണ്ണ ചൂടാക്കുക. നമ്മളിനി ചക്ക ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് വറക്കാൻ പോകുന്നു. ആ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മുറിച്ചിട്ട ചക്ക ചൊള കുറച്ചായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് തമ്മ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് വറുത്തെടുക്കുക. നല്ല ക്രിസ്പി സൗണ്ട് വരുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം. ക്രിസ്പി സൗണ്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്പി ആയോ ഇല്ലയോ എന്ന്. അങ്ങനെ ആ സൗണ്ട് വന്ന ശേഷമാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടുള്ള വെള്ളമില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. ചക്ക നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂണ് ആ നേരത്തെ ആക്കി വെച്ച് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ടുള്ള വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, ഇല്ലെങ്കിൽ തെറിക്കും. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടാം. എന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി ആ കാണുന്ന ബബിൾസ് ഇല്ലേ, നിറയെ പൊക്കിളകളും കുമിളകൾ കാണുന്നില്ലേ, അത് മൊത്തം അങ്ങ് താണു പോവണം. പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ചക്ക ചിപ്സ് പൂർണ്ണമായിട്ടും ആകുകയുള്ളൂ. അതിലേക്ക് ഉപ്പും എല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ അത് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ചിപ്സ് ഒക്കെ വാങ്ങാം. ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണയെല്ലാം ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. അത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ സ്റ്റോർ ചെയ്യുക. ഇപ്പോൾ കുമിളകളെല്ലാം പൊക്കിളകളെല്ലാം പോയിട്ടുണ്ട്. അതൊരു അരിപ്പ വഴി ഇതുപോലെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വെളിച്ചെണ്ണയെല്ലാം പോകാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിങ്ങനെ ഇടുമ്പോൾ തന്നെ ആ ക്രിസ്പിനെസ് നമുക്ക് കേൾക്കാം. നല്ല കറും മുറ പൊട്ടിച്ച് തിന്നാൻ പറ്റുന്ന ചക്ക ചിപ്സ്. ഇത് നമുക്ക് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലോ ഇട്ട് വെക്കാം. കുറേ നാളൊക്കെ എത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം.